പുതിയ പിള്ളേരുടെ പോക്രിത്തരം, തോന്നിയാസം, കയ്യിലിരിപ്പ്, തെമ്മാടിത്തരം, ഇങ്ങനെ എത്രയെത്ര കുറ്റപ്പെടുത്തലുകളാണ് ഒരു വശത്ത്. മറുവശത്താകട്ടെ ഈ സകല പ്രശ്നങ്ങളും 90കളിലും 80കളിലും ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ കുഴപ്പമാണത്. വളർത്തുദോഷം. അങ്ങനെയാണോ? അല്ലേ? ആണോ? ഇവിടെ അരങ്ങു വാഴുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലയും നാട് മുടിക്കുന്ന മയക്കുമരുന്നിൻ്റെ വിപണിയും അങ്ങനെ എല്ലാ കൊള്ളരുതായ്മകൾക്കും പരസ്പരം പഴിചാരി ഉഴറിത്തെറിച്ച് നടക്കുകയാണ് നമ്മളിപ്പോൾ. ഒടുക്കം ഈ നാട് നശിച്ച് നാറാണക്കല്ലാവുമ്പോഴും നമ്മൾ ഈ കുറ്റം പറച്ചിൽ ബാക്കിയാവും. അപ്പോഴും തന്തവൈബെന്നും തലതെറിച്ച പിള്ളേരെന്നും പരസ്പരം ട്രോളി നമ്മളിരിക്കും. ശരിക്കും ഇവിടെ എന്താണ് പ്രശ്നം? ആരാണ് പ്രശ്നക്കാർ? ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണ്ടേ? ഈ പുതിയ പിള്ളേർ എന്ന് പറയുന്നവരോടാണ്. നമ്മൾ നടക്കുന്ന വഴികളിൽ ആരൊക്കെയോ പണിത് വെച്ച കുഴികളിൽ നമ്മൾ നേരെ ചെന്ന് വീഴുന്നത്. നാശമാണ് പൊടിച്ചു പൊതിഞ്ഞു തരുന്നതെന്ന് അറിഞ്ഞിട്ടും എടുത്തുകൂട്ടി വലിക്കുന്നത്. പേനയും പെൻസിലും പിടിക്കേണ്ട കൈകളാണെന്ന് അറിഞ്ഞിട്ടും നെഞ്ചക്കും വടിവാളും എടുത്ത് വീശുന്നത്. ജന്മം തന്ന മാതാപിതാക്കൾ, ഒടപ്പറപ്പിയങ്ങൾ, അക്ഷരം ചൊല്ലിത്തന്ന അധ്യാപകർ, കൂടെ പഠിക്കുന്നവർ, നമ്മുടെ കോപത്തിന്, ഭ്രാന്തിന്, ഉന്മാദത്തിന്, അറച്ചുപോകുന്നത്ര ഭീതിതമായ അക്രമത്തിന് ഇരകളാകുന്നത്. സംതിങ് വെൻ ടെറിബിളി റോങ് എന്നല്ലേ പറയുന്നത്? ഇവരുടെ മാതാപിതാക്കളോടാണ് വളച്ചുകെട്ടിയാണ് വളർത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും മക്കൾ പിഴച്ചു പോകുന്നത്. തന്തവൈബെന്ന് വസന്തമെന്ന് വിമർശനം വരുമ്പോൾ കാലത്തിനൊപ്പം അനിവാര്യമായ മാറ്റത്തിന് നിന്നുകൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കാൻ പോലും തോന്നാത്തത്. മക്കളെ ആവശ്യമുള്ളപ്പോൾ കേൾക്കാൻ ക്ഷമയില്ലാത്തത്. ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ എന്നിങ്ങനെ ഇട്ടാവട്ടത്ത് മക്കളെ തളച്ചിടുന്നത്. അടിച്ചും തൊഴിച്ചും വളർത്തിയ മക്കൾ നേരെ വരും നേരെ പോകും എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. പുതിയ കാലത്തെ പാരൻറ്റിങ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാത്തത്. നമുക്കൊരു തകരാറുണ്ടെന്നല്ലേ പറയുന്നത്? അഭിപ്രായ രൂപീകരണത്തിന് ഏറ്റവും ശേഷിയുള്ള സന്നാഹങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയുമ്പോഴും മനുഷ്യൻ്റെ ആസക്തികളെ പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ലാഭം കൊയ്യുന്ന വാർത്താ സിനിമ മാധ്യമങ്ങളോട്. കനകം വിളയുന്ന നാടുകൾ പോലും മരുഭൂമികളാക്കാൻ മാത്രം കെൽപ്പുള്ള മയക്കുമരുന്ന് നാട്ടിൽ സുലഭമായിട്ടും അതിൻ്റെ സ്രോതസ് അടച്ചുപൂട്ടാനാവാത്ത, മുട്ടിന് ബീവറേജും ബാറുകളും തുറന്നു വെക്കുന്ന ഭരണാധികാരികളോട്. പ്രതികളെ ശിക്ഷിക്കാൻ കഴിയാത്ത, നിയമങ്ങൾ നോക്കുകുത്തികളാകുന്ന, നിശബ്ദമാകുന്ന, നിസ്സഹായമാകുന്ന വ്യവസ്ഥയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, അറിയാം. പക്ഷെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഉത്തരം നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുകയും വേണം. തെറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവർ മാത്രമല്ല. അങ്ങനെ വളർന്നു വരുന്ന തലമുറയെ ചാപ്പ് കുത്തി പുറത്ത് നിർത്തുന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കാനും പോകുന്നില്ല.